പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയായ കൊഴിഞ്ഞാമ്പാറ, എരത്തിയാമ്പതി, വടകരപ്പതി പഞ്ചായത്തുകളിൽ പച്ചക്കറി കൃഷി സുലഭമാണ്. തക്കാളി, പയർ, പച്ചമുളക്, വെണ്ട, പാവയ്ക്ക, വഴുതന തുടങ്ങി നിരവധി പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഏജന്റുമാർ ശേഖരിച്ച് വിവിധ മാർക്കറ്റുകളിൽ എത്തിക്കുന്നു. തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിലേക്കും പച്ചക്കറികൾ പോകുന്നുണ്ട്. അവിടെ നിന്നും വില നിശ്ചയിച്ച് വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന വിലയേക്കാൾ 4 ഇരട്ടി വരെയാണ് വിപണിയിലെത്തുമ്പോൾ ഉണ്ടാവുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഹോർട്ടികോപ്പ് ഇതുവരെ ഇവിടെ നിന്നും പച്ചക്കറികൾ ശേഖരിച്ചിട്ടില്ല. കൃഷിക്കാർക്ക് വേണ്ടി ഹോർട്ടിക്രാഫ്റ്റിൻ്റെ ഒരു പരിപാടി ഇതുവരെ എത്തിയിട്ടില്ല. അത് പഞ്ചായത്തും അറിയിക്കില്ല, കൃഷിഭവൻ മുഖാന്തരം ഒന്നും കാണുന്നില്ല. ഓണക്കാലത്ത് ഉപഭോക്താക്കൾ പച്ചക്കറിക്ക് തീവില നൽകേണ്ടി വരുമ്പോൾ ഇതുൽപ്പാദിപ്പിക്കുന്ന കർഷകന് ഇതിന്റെ ഗുണമൊന്നും ലഭിക്കുന്നില്ല. ജലസേചന സൗകര്യം പോലും കൃഷിഭവൻ ചെയ്തു കൊടുക്കുന്നില്ല. സർക്കാർ ഇവിടെ ഒരു സഹായം ചെയ്തിട്ടില്ല, ചെയ്യാനുണ്ട് എന്തോ ഇവിടെ എത്തിച്ചിട്ടില്ല. കർഷകരിൽ നിന്നും പച്ചക്കറികൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമായി 2006 വടകരപ്പതി പഞ്ചായത്ത് ഒരു മാർക്കറ്റ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇടനിലക്കാരുടെ സമ്മർദ്ദം മൂലം ഇത് തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. പച്ചക്കറി കൃഷി നഷ്ടമാകുന്നതിനാൽ നിരവധി കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ്. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുണ്ടാകുന്ന പച്ചക്കറിയുടെ വില നിശ്ചയിക്കുന്നത് പലപ്പോഴും പുറത്തുനിന്നുള്ളവരാണ്. ഹോർട്ടികോർപ്പ് കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറി ശേഖരിക്കുകയാണെങ്കിൽ അത് കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണപ്രദമാകും. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.